നല്ല ഇരുട്ടുള്ള രാത്രി. തീ കൂട്ടിക്കൂടരുതെന്ന ഉത്തരവ്. ഇംഗ്ലീഷുകാരന് തൻ്റെ വായന മുടങ്ങിയതിനെക്കുറിച്ച് വേവലാതി, ദേഷ്യം. നേരെ ചൊവ്വേ പറയാതെ ഇവർ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചു കെട്ടുന്നത് എന്തിനാ? അവൻ ഒരു ദിവസം രാത്രി ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു. അത്രയ്ക്ക് ആവശ്യമുള്ളവർ മാത്രം വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും. പിന്നെ അയാൾ അല്പം കൂടി വിശദീകരിച്ചു. ആലോചിച്ച് നോക്ക്. ഭാഷയും രീതിയും ഒക്കെ എളുപ്പം. എല്ലാവരും കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്നു. അവരെല്ലാം തന്നെ വില കുറഞ്ഞ ലോഹങ്ങൾ സ്വർണമാക്കി മാറ്റാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. എല്ലാവരുടെ കയ്യിലും വേണ്ടത്ര സ്വർണം. പിന്നെ സ്വർണത്തിന് എന്തു വില? ആൽക്കെമി തന്നെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. സ്വന്തം മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിരന്തരം പ്രയത്നിക്കാനും വസ്തുതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കുവാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാനാകൂ. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മരുഭൂമിയുടെ നടുവിൽ എത്തിയിരിക്കുന്നത്. ഒരു യഥാർത്ഥ ആൽക്കെമിസ്റ്റിനെ കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥങ്ങളിലെ രഹസ്യ സന്ദേശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഒരാൾ. ഏതു കാലത്ത് എഴുതപ്പെട്ടതായിരിക്കും ഈ ഗ്രന്ഥങ്ങൾ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അക്കാലത്ത് അച്ചടി ഉണ്ടായിരുന്നില്ലല്ലോ. ആൽക്കെമി പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണവർ ഈ രഹസ്യഭാഷ ഉപയോഗിച്ചത്? ആർക്കും നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത രേഖാചിത്രങ്ങളും. അതിനുള്ള മറുപടിയല്ല അയാൾ പറഞ്ഞത്. കുറച്ച് ദിവസങ്ങളായി ഞാൻ നമ്മുടെ ഈ യാത്രാസംഘത്തിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നു. പുതിയതായി ഒന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. യുദ്ധവാർത്തകൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ഇംഗ്ലീഷുകാരൻ്റെ കയ്യിൽ നിന്നും വായിക്കാൻ വാങ്ങിയിരുന്ന പുസ്തകങ്ങൾ അയാൾക്കു തന്നെ അവൻ തിരിച്ചു കൊടുത്തു. എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? അയാളുടെ വാക്കുകളിൽ കൂടുതലായി ഒരു ഉത്സാഹം. തനിക്ക് താല്പര്യമുള്ള വിഷയം ചങ്ങാതിക്ക് കൂടി കുറച്ച് വിവരമുണ്ടെങ്കിൽ വർത്തമാനത്തിന് രസം കൂടുമല്ലോ. ഈയിടെ കേൾക്കുന്നതും പറയുന്നതുമെല്ലാം യുദ്ധവാർത്തകൾ മാത്രം. മടുത്തിരിക്കുന്നു. ഉവ്, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അവൻ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് ഒരാത്മാവുണ്ട്. അത് കണ്ടെത്താൻ കഴിയുന്ന ആൾക്ക് പ്രകൃതിയുടെ ഭാഷയും വശമാക്കാൻ കഴിയും. പണ്ടത്തെ ആൽക്കെമിസ്റ്റുകൾ ഈ ആത്മബോധം കൈവരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കണ്ടെത്താനായത്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ, ചിന്താമണിയെ, പ്രാണസുതയെ. ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ലെന്നും ഞാൻ മനസ്സിലാക്കി. ഒരു മരതകക്കല്ലിൻ്റെ ഉപരിതലത്തിൽ കുറിച്ചിടാവുന്നതേയുള്ളൂ. അവൻ്റെ വാക്കുകൾ ഇംഗ്ലീഷുകാരന് നിരാശ തോന്നി. എത്രയോ വർഷങ്ങളായുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും, നിഗൂഢമായ പ്രതീകങ്ങൾ, വിചിത്രമായ ഭാഷ, അസാധാരണമായ ഉപകരണങ്ങൾ, ഇതൊന്നും അവൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചൊരു ചലനവും ഉണ്ടാക്കിയില്ലെന്നോ? ഒരുപക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ തക്ക വികാസം അവൻ്റെ ബുദ്ധിക്ക് കൈവന്നിട്ടുണ്ടാവില്ല. അയാൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് സ്വന്തം സഞ്ചികളിൽ ഒതുക്കി വെച്ചു. എന്നിട്ട് നേരിയ മുഷിച്ചലോടെ പറഞ്ഞു, നീ നിൻ്റെ ഒട്ടകങ്ങളുടെ പിന്നാലെ തന്നെ പോയിക്കോ. അവയിൽ നിന്ന് എനിക്കും ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കാനും അവനവൻ്റേതായ രീതികളുണ്ട്. തൻ്റെ രീതിയല്ല അയാളുടേത്. അതുപോലെ തന്നെ മറിച്ചും. മണൽക്കാട്ടിലെ നിശബ്ദത, ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചവിട്ടേറ്റുരയുന്ന മണൽത്തരികൾ. അവൻ്റെ മനസ്സ് വീണ്ടും ആലോചനയിൽ മുഴുകി. എന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുക. ആ നിലയ്ക്ക് ഞാൻ അയാളെ ബഹുമാനിക്കുന്നു, അവൻ തന്നെത്താൻ പറഞ്ഞു. യാത്രയുടെ വേഗം കൂടി. രാവും പകലും നിൽക്കാതെയുള്ള യാത്ര. മുഖംമൂടി അണിഞ്ഞ ബെഡോയിന്മാർ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒട്ടകത്തിൻ്റെ കൂടെ നടക്കുന്ന അറബി അവനോട് പറഞ്ഞു, മരുഭൂമിയിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അടുത്ത താവളത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഭാഗ്യമായി. ആ ഒട്ടകക്കാരനുമായി അവൻ നല്ല അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു. മൃഗങ്ങളൊക്കെ ക്ഷീണിച്ചു വലഞ്ഞു. യാത്രക്കാരും അതെ. പഴയ ഉണർവും ഉത്സാഹവുമില്ല. എപ്പോഴും കനത്ത മൗനം. രാത്രിയിലെ ഇരുട്ടിൽ ആ നിശബ്ദതയ്ക്ക് പിന്നെയും കനമേറുന്നു. ഒട്ടകത്തിൻ്റെ അമറൽ പോലും യാത്രക്കാർക്ക് ഭയത്തിന് കാരണമാകുന്നു. മുമ്പ് അത്തരത്തിലുള്ള ഒച്ചകളൊന്നും ആരും ശ്രദ്ധിക്കാറേയില്ല. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഒച്ചകളും മനക്കങ്ങളും ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലോ, ആക്രമണത്തിന് വഴിതെളിച്ചാലോ? പക്ഷേ അവൻ്റെ ഒട്ടകക്കാരൻ മാത്രം യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകമായൊരു ഭയമോ ആശങ്കയോ പ്രകടിപ്പിച്ചില്ല. ജീവിച്ചിരിക്കുന്നു, അതുതന്നെ വലിയ കാര്യം. ഒരു രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, കൃഷ്ണപക്ഷം. തീ കൂട്ടിയിരുന്നില്ല. ആ കൂരിരുട്ടിലിരുന്ന് ഒരു കുല ഈന്തപ്പഴം അവർ അത്താഴത്തിന് പങ്കുവച്ചു. ആഹാരം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി, യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ശ്രദ്ധയും അതിൽ. മരണത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ഇന്നല്ലെങ്കിൽ നാളെ, എന്നായാലും ഒരുപോലെ. ഒരു നിമിഷം എന്തോ ആലോചനയിൽ അയാൾ സ്വയം മറന്നിരുന്നു. പിന്നെ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വരും കാലത്തെക്കുറിച്ചോ ചിന്തിച്ച് ഞാൻ അസ്വസ്ഥനാകാറില്ല. ദാ ഈ ഒരു നിമിഷം അതേക്കുറിച്ച് മാത്രമേ ഗൗനിക്കേണ്ടൂ. എങ്കിലേ ജീവിതത്തിൽ സന്തുഷ്ടി കൈവരിക്കാനാവൂ. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. താഴെ മരുഭൂമിയിലുമുണ്ട് ജീവിതം. ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം
മനുഷ്യ സഹജം മാത്രം. ജീവിതമെന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷം മാത്രമെന്ന് കാണാനാകണം. പിന്നെ ജീവിതത്തിന് എപ്പോഴും ഒരു ഉത്സവഛായയായിരിക്കും. 2 ദിവസം പിന്നെയും കഴിഞ്ഞു. അന്ന് രാത്രി കൂടാരം അടിച്ചു കിടക്കാൻ തുടങ്ങവേ അവൻ പതിവ് പോലെ ആകാശത്തേക്ക് നോക്കി. തങ്ങൾക്ക് വഴികാട്ടിയായി തെളിഞ്ഞു കാണാറുള്ള ആ നക്ഷത്രം താഴത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ കയ്യെത്തി തൊടാവുന്ന ഉയരത്തിൽ. ഹായ്, അതിൻ്റെ അർത്ഥം നമ്മൾ മരുപ്പച്ചയ്ക്കടുത്തെത്തിയിരിക്കുന്നു എന്നാണ്. ഒട്ടകക്കാരൻ പറഞ്ഞു കൊടുത്തു. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? പറ്റില്ല, ഇതുറങ്ങാനുള്ള സമയമാണ്.